ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 10. വിഭൂതിയോഗം. ശ്ലോകം 2, പേജ് നമ്പർ 526. ന മേ വിദുസുരഗണാഃ പ്രഭവം ന മഹർഷയഃ അഹമാദിർഹി ദേവാനാം മഹർഷീണാം ച സർവശഃ. പദാനുപദം. സുരഗണാഃ സുരഗണങ്ങൾ, മേ എൻ്റെ, പ്രഭവം വിഭൂതികളെ, ആവിർഭാവത്തെ, ന വിദുഃ അറിയുന്നില്ല, മഹർഷയ മഹർഷികളും, ന വിദുഃ അറിയുന്നില്ല, ഹി തീർച്ചയായും, സർവശഃ സർവപ്രകാരേണയും, അഹം ഞാൻ, ദേവാനാം ദേവന്മാരുടെയും, മഹർഷീണാം ച മഹർഷികളുടെയും, ആദിഃ ആദിയാകുന്നു. വിവർത്തനം. എൻ്റെ ഉത്പത്തി, വിഭൂതി എന്നിവയെപ്പറ്റി ദേവന്മാർക്കോ ഋഷികൾക്കോ അറിഞ്ഞുകൂടാ. ഏതു വിധത്തിലും അവരുടെയെല്ലാം ഉദ്ഭവസ്ഥാനം ഞാനാണ്. ഭാവാർത്ഥം. ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമപുരുഷൻ. അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായിട്ടാരുമില്ല. കാരണങ്ങൾക്കും കാരണഭൂതനാണ് കൃഷ്ണൻ. താൻ ദേവന്മാരുടെയും ഋഷികളുടെയും ഉത്പത്തിസ്ഥാനമാണെന്ന് ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നു. ഈ ദേവന്മാർക്കോ മഹർഷികൾക്കോ പോലും ഭഗവാനെയോ ഭഗവൻ നാമത്തെയോ ആ വ്യക്തിത്വത്തെയോ ശരിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ചെറിയ ഭൂലോകത്തിലെ പണ്ഡിതന്മാരെന്നു വിളിക്കപ്പെടുന്നവർക്കെന്തറിയാനാണ്? ഈ ദേവാധിദേവൻ ഒരു സാധാരണ മനുഷ്യന്റെ രൂപത്തിൽ ഭൂമിയിൽ വന്ന് അസാമാന്യങ്ങളും അത്ഭുതാവഹങ്ങളുമായ കർമ്മങ്ങൾ ചെയ്യുന്നതെന്തിനെന്ന് ആർക്കും അറിയില്ല. കൃഷ്ണനെ അറിയുന്നതിന് പാണ്ഡിത്യം അത്യാവശ്യമായ ഒന്നല്ലെന്ന് ഒരാൾ അറിയണം. ദേവന്മാരും ഋഷികളും മാനസിക ഗവേഷണങ്ങൾ കൊണ്ട് കൃഷ്ണനെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്കതിന് സാധിച്ചിട്ടില്ല. ദേവശ്രേഷ്ഠന്മാർക്കും ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു. അപൂർണങ്ങളായ സ്ഥൂലേന്ദ്രിയങ്ങളുടെ കഴിവിലൊതുങ്ങുന്നിടത്തോളം അവർക്ക് ഗവേഷണം നടത്തി അവ്യക്തിഗതവാദമെന്ന വിരുദ്ധ നിഗമനത്തിലെത്തിച്ചേരാം.
എന്തെന്നാൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ ആവിഷ്കരിക്കപ്പെടാത്തതാണല്ലോ ഈ അവ്യക്തിഗത ഭാവം. അല്ലെങ്കിൽ അവർ മാനസികങ്ങളായ ഊഹാപോഹങ്ങളിലൂടെ എന്തെങ്കിലും സങ്കല്പിക്കും. ഇങ്ങനെയുള്ള അബദ്ധജടിലങ്ങളായ ഊഹാപോഹങ്ങളാൽ ആർക്കും കൃഷ്ണനെ അറിയാൻ സാധ്യമല്ല. പരമസത്യത്തിൽ ജിജ്ഞാസയുള്ളവരോട് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നു, ശ്രീ ഭഗവാനായ ഞാൻ ഇവിടെയുണ്ട്. ഞാനാണ് ആ പരമദിവ്യോത്തമ പുരുഷൻ. ഇതറിയേണ്ടതാണ്. അചിന്ത്യനായ ഭഗവാന്റെ സാകാര സാന്നിധ്യം നമുക്കനുഭവപ്പെടുന്നില്ലെങ്കിലും അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്. ഭഗവത്ഗീതയിലും ഭാഗവതത്തിലുമുള്ള ഭഗവത് സൂക്തങ്ങൾ പഠിച്ചാൽ മാത്രം മതി ആ സച്ചിദാനന്ദമൂർത്തിയായ കൃഷ്ണനെക്കുറിച്ചറിയുവാൻ. എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് അഥവാ നിരാകാര ബ്രഹ്മമാണ് ഈശ്വരനെന്ന ആശയത്തിലെത്തിച്ചേരുന്നവർ കൃഷ്ണന്റെ അധമ പ്രകൃതി ഭൗതിക പ്രകൃതിക്കടിമപ്പെട്ടവരാണ്. അതീന്ദ്രിയാവസ്ഥയിലല്ലാതെ ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയില്ല. കൃഷ്ണനെ തൻ്റെ യഥാർത്ഥാവസ്ഥയിൽ മനസ്സിലാക്കാൻ പലർക്കും കഴിവില്ല. അതിനാൽ അവിടുത്തെ അഹൈതുകമായ കാരുണ്യത്താൽ ഭഗവാൻ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി അവതരിക്കുന്നു. ഭഗവാന്റെ അസാധാരണ പ്രവൃത്തികൾ കണ്ടിട്ടുകൂടി ഭൗതിക ശക്തിയുടെ മാലിന്യം ബാധിച്ച ഈ ഊഹാപോഹ പടുക്കൾ അവ്യക്തിഗത ബ്രഹ്മമാണ് പരമോന്നതമെന്ന് ചിന്തിക്കുന്നു. സർവസ്വവും ഭഗവാനു സമർപ്പിച്ച ഭക്തന്മാർക്കു മാത്രമേ അവിടുത്തെ കരുണയാൽ കൃഷ്ണന്റെ യാഥാർത്ഥ്യമറിയാൻ കഴിയൂ. ഇവരാകട്ടെ ഈശ്വരന്റെ നിരാകാര ബ്രഹ്മഭാവത്തെപ്പറ്റി ചിന്തിക്കാറില്ല. ഭഗവാന് സ്വാത്മാർപ്പണം ചെയ്യാനാണ് ഭക്തിവിശ്വാസങ്ങൾ അവരെ പ്രേരിപ്പിക്കുന്നത്. കൃഷ്ണന്റെ അഹൈതുകമായ കരുണ മൂലം അവർക്കദ്ദേഹം സുഗ്രാഹ്യനാകുന്നു. മറ്റാർക്കും ഇത് സാധ്യമല്ല. ഇത് മഹർഷിമാരും സമ്മതിക്കുന്നുണ്ട്. എന്താണ് ആത്മാവ്? പരമപദം ഏതാണ്? ഇത് നാം അറിയണം. ആ പരമപുരുഷനെയാണ് നാം ആരാധിക്കേണ്ടത്. ഹരേ കൃഷ്ണ.